കണ്ണൂർ മലപ്പുറത്തുണ്ടായ കോൺഗ്രസ് CPM സംഘർഷത്തിന് പിന്നാലെ ജില്ലയിൽ വീണ്ടും അക്രമ സംഭവങ്ങൾ. യൂത്ത് കോൺഗ്രസ് പ്രകോപന മുദ്രാവാക്യത്തിനെതിരെ SFI പ്രവർത്തകർ നടത്തിയ പ്രകടനത്തിനിടെ കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡുകളും കൊടിമരങ്ങളും തകർത്തു. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. അരുൺ, ഈ മലപ്പുറത്തുണ്ടായ യൂത്ത് കോൺഗ്രസിന്റെ പ്രകോപന മുദ്രാവാക്യം, അതിനുശേഷം ജില്ലയിലെമ്പാടും ഉണ്ടാകുന്ന ഇതിന് സമാനമായ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതിന് സമാനമായ സാഹചര്യങ്ങൾ, ഇതിനോട് CPMന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വം എങ്ങനെ പ്രതികരിക്കുന്നു? CPM ഇന്നലെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഈ പ്രകോപന മുദ്രാവാക്യം മുഴക്കിയത് സ്ഥിതിഗതികൾ വഷളാക്കുമെന്ന് പരോക്ഷമായി നേതാക്കളൊക്കെ പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രതികരണം എന്താണ്? അത്തരമൊരു മുദ്രാവാക്യം യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനത്തിനിടെ ഉണ്ടായതാണല്ലോ, പെട്ടെന്നുണ്ടായ പ്രകോപനം. അതിൽ ഒരു പ്രതികരണത്തിന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടുണ്ടോ അരുൺ? വിജയകുമാർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിലാകെ സംഘർഷങ്ങളും അതോടൊപ്പം തന്നെ അക്രമ സംഭവങ്ങളും വ്യാപിക്കുന്നു എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കണ്ണൂരിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉടലെടുത്തിട്ടുള്ളത്, അങ്ങനെ രൂപപ്പെട്ടിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. മലപ്പുറത്ത് നടത്തിയ പ്രകോപന മുദ്രാവാക്യം തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ ഈ സംഘർഷങ്ങളുടെ ഒരു പശ്ചാത്തലം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിനുശേഷം CPM അതോടൊപ്പം തന്നെ DYFI SFI ഉൾപ്പെടെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം അതിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. ജില്ലയിലാകെ പ്രതിഷേധ പരിപാടികൾ അവർ സംഘടിപ്പിച്ചിരുന്നു. ആ പ്രതിഷേധ പരിപാടികൾക്കിടെ പലയിടങ്ങളിലും ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ തളിപ്പറമ്പിൽ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ വീടിന് നേരെ ആക്രമണമുണ്ടായി. പാനൂരിലും സമാനമായി കോൺഗ്രസ് ഓഫീസിൽ കയറി കൊടികൾ പിഴുതുമാറ്റി അത് റോട്ടിലിട്ട് കത്തിക്കുന്ന സാഹചര്യം, അതിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂർ നഗരത്തിൽ SFI നടത്തിയ പ്രകടനത്തിനിടെയാണ് വ്യാപകമായ അക്രമം ഉണ്ടായത്. കോൺഗ്രസിൻ്റെ കൊടിമരകൾ പിഴുതുമാറ്റി, ഫ്ലക്സ് ബോർഡുകൾ അടിച്ചു തകർത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തുടർ സംഘർഷങ്ങൾ ഉണ്ടാവുകയാണ്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നതാണ് പ്രകോപന മുദ്രാവാക്യം. അതിനെ അംഗീകരിക്കുന്നില്ല എന്ന് ഇന്നലെ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആ മുദ്രാവാക്യം വിളിച്ചതിന് അംഗീകരിക്കുന്നില്ല എന്നും മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ അതിലെന്തെങ്കിലും ഒരു നടപടി യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അതിനെ പൂർണ്ണമായും തള്ളിപ്പറയുന്നൊരു നിലപാട് യൂത്ത് കോൺഗ്രസ് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ എന്തായാലും CPM ഇതിനെ വലിയ രീതിയിൽ ഇതിനെതിരെ നിലപാടെടുക്കുകയാണ്. ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ല, അതിനെ പൊറുക്കാൻ സാധിക്കില്ല എന്നതാണ് പറയുന്നത്. വ്യാപകമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നതാണ് CPM എടുത്തിട്ടുള്ള നിലപാട്. ഇന്ന് വൈകിട്ടും വിവിധ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ DYFIയുടെ പ്രതിഷേധ പരിപാടികളുണ്ട്. അവിടെയെല്ലാം ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ, അക്രമ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി പോലീസ് എന്തായാലും മുന്നിൽ കാണുന്നുണ്ട്. കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെ കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കണ്ണൂർ നഗരത്തിൽ വ്യാപകമായ അക്രമമാണ് SFIയുടെ പ്രതിഷേധ പ്രകടനത്തിനിടെ ഉണ്ടായത്. ജില്ലയിലാകെ ഈ സംഘർഷങ്ങൾ വ്യാപിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് പോലീസ് സ്വീകരിച്ചു വരുന്നത്. പക്ഷേ തുടർച്ചയായിട്ടുള്ള ഇരുഭാഗം നേതാക്കളിൽ നിന്നുള്ള പ്രകോപനങ്ങളും ഇതിന് പശ്ചാത്തലമായി തുടരുന്നുണ്ട് എന്നതും കാണേണ്ടതാണ്. ഇന്നലെ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിൻ്റെ പ്രസംഗത്തിനിടെ ഇത്തരത്തിൽ കത്തിയുമായി, ധീരജനെ കുത്തിയ കത്തിയുമായി വരുന്നവർക്ക് ഒരു പുഷ്പചക്രം ഞങ്ങൾ ഒരുക്കി വച്ചിട്ടുണ്ടെന്നാണ് KK രാഗേഷിൻ്റെ പ്രതികരണം ഉണ്ടായത്. DYFIയുടെ ജില്ലാ സെക്രട്ടറിയും സമാനമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നടത്തിയ പ്രകോപന പ്രസംഗത്തിൻ്റെ ഭാഗങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ തുടർച്ചയായി ഉണ്ടാകുന്ന പ്രകോപന പ്രസംഗങ്ങൾ, പ്രതികരണങ്ങൾ, അങ്ങനെ ഒരു പശ്ചാത്തലം, ഒരു സംഘർഷ സാഹചര്യം സാഹചര്യം ജില്ലയിൽ പലയിടത്തും നിൽക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ണൂർ നഗരത്തിൽ കണ്ടത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.